ആകാശവാണി. ഡോസ്റ്റോവസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 4-ാം ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ, ആൻസി ടി കെ കുണ്ടറ. സംവിധാനം പി എ ബിജു. മകളുടെ മാനം വിറ്റ പണം കൊണ്ട് മദ്യപിക്കുന്ന മർമലഡോവ്. ഭൂമിയിലെ അളവുകോലുകൾ കൊണ്ടൊന്നും അളക്കാനാവാത്ത മാനസിക സംഘർഷത്തിലാണ് അയാൾ. ആരാണ് കുറ്റവാളി? ഏതാണ് ശിക്ഷ? മകൾ സോണിയയുടെ രണ്ടാനമ്മയാണ് കാതറീന. ദാരിദ്ര്യത്തിനു നടുവിൽ താളം തെറ്റിയ കുടുംബത്തിൻ്റെ കഥയിലേക്കാണ് നായകൻ നിക്കോഫ് കടന്നുവരുന്നത്. പഴയ റഷ്യൻ തലസ്ഥാനത്തെ പഴയൊരു നിയമവിദ്യാർത്ഥിയായ നിക്കോവാകട്ടെ പലിശക്കാരിയിൽ നിന്ന് പണം വാങ്ങി മടങ്ങി വരികയായിരുന്നു. കുടിച്ച് ലക്കുകെട്ട മർമലഡോവുമായി അയാളുടെ വീട്ടിലേക്ക് ചെന്ന സഹകുടിയൻ നിക്കോഫ് മർമലഡോവിൻ്റെ ഭാര്യയുടെ ശകാരവർഷത്തിന് ശരവ്യനായി വാടക കൊടുക്കാത്ത താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഇല്ലായ്മകൾക്ക് നടുവിൽ അവിടെ അയാളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ്? എഴുന്നേക്ക്, മണി 10 ഇതെന്തൊരു ഉറക്കമാ? നിങ്ങൾക്ക് കുറച്ച് ചായ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കപ്പ് കുടിക്കുന്നോ? പട്ടിണി കിടന്നാ ചത്തുപോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വീട്ടുടമസ്ഥ കൊടുത്തു വിട്ടതാണോ? കൊടുത്തു വിടും. നസ്താസിയ, വേഗം ഓടിപ്പോയി ഒരു പാക്കറ്റ് റൊട്ടി വാങ്ങിക്കൊണ്ടുവാ. ആ പോർക്ക് വെട്ടുകാരൻ്റെ അടുക്കൽ നിന്ന് വില കുറഞ്ഞ ഇറച്ചിക്കറിയും വാങ്ങണം. വെളുത്ത റൊട്ടി ഇതാ ഞാൻ കൊണ്ടുവരുന്നു. ഇറച്ചിക്ക് പകരം നിങ്ങൾക്ക് കുറച്ച് ക്യാബേജ് സൂപ്പാണ് ഇന്ന് കരുതി വച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ കൊണ്ടുവരാം. എൻ്റെ മനസ്സുപോലെ തന്നെയാണ് ഈ മുറിയും. ഒരു വൃത്തികെട്ട ചാരുകെട്ടിൽ മുറിയുടെ പകുതിയും നിറഞ്ഞിരിക്കുന്നു. ഞാൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ധരിച്ച കോട്ടും പുതച്ച് വസ്ത്രം പോലും മാറ്റാതെ കൊച്ചു തലയണയ്ക്കടിയിൽ ഉയരം കൂട്ടാനായി വൃത്തികെട്ടതും നല്ലതുമായ തുണികൾ അങ്ങനെ മടക്കി വച്ചിരിക്കുന്നു. ഇതിനേക്കാൾ സ്ഥിതി മോശമാകാനുണ്ടോ? എൻ്റെ മനസ്സുപോലെ എൻ്റെ മുറിയും. കാപ്പി റെഡി, കഴിക്ക്. ആ, മേശപ്പുറത്ത് വെച്ചേക്ക്. വീട്ടുടമസ്ഥ നിങ്ങളെപ്പറ്റി പോലീസിൽ പരാതിപ്പെടാൻ ഉദ്ദേശിക്കുന്നു. പോലീസിനോടോ? എന്ത് കാര്യത്തിന്? എന്തിനെന്നോ? നിങ്ങൾ അവർക്ക് കൃത്യമായി വാടക കൊടുക്കുന്നില്ല. മുറി ഒഴിഞ്ഞു കൊടുക്കുന്നോ? അതുമില്ല. രണ്ടിലൊന്ന് അവർക്ക് അറിയണമത്രേ. ഞാനിന്ന് അവരെ പോയി കണ്ട് സംസാരിക്കാം. അവരൊരു വിഡ്ഢിയാ. വിഡ്ഢി? അങ്ങ് ചെല്ല്. നിങ്ങൾ അത്ര ബുദ്ധിമാനാണെങ്കിൽ എന്തുകൊണ്ടാ ഒരു പണിയും ചെയ്യാതെ ഇവിടെ കഴിയുന്നത്? മുമ്പ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുമായിരുന്നല്ലോ. ഇപ്പൊ അതുമില്ല. എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏർപ്പാടൊക്കെ കൊള്ളാം. എന്തേർപ്പാടാ? ഒരു ജോലി. എന്ത് ജോലി? ആലോചന. കൊള്ളാം. നിങ്ങൾ ആലോചിച്ചു കൂട്ടി കുറേ പണം ഉണ്ടാക്കും. ഒടുവിൽ കൊട്ടയ്ക്ക് വാരാം. എന്തിനാ ചിരിക്കുന്നത്? അല്ലെങ്കിലും നിനക്ക് മനസ്സിലാവത്തില്ല. ശരിയാ, ഞാൻ ജോലിക്കാരിയല്ലേ. ഞാനൊന്നും പറയുന്നില്ല. ധരിക്കാൻ ബൂട്ട്സ് ഇല്ലാതെ എങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത്? അല്ലെങ്കിലും എനിക്കാ ജോലി മടുത്തു. എന്തായാലും കരുതിയിരുന്നോ, ഇതിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ നിന്നും വളരെ തുച്ഛമായ പ്രതിഫലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് വളരെ പെട്ടെന്ന്
പണം സമ്പാദിക്കണം, അല്ലേ? അതെ, എനിക്ക് വളരെ വേഗം സമ്പന്നനാകണം. അത്ര തിരക്ക് വേണ്ട. കാപ്പി കുടിക്ക്. നിന്റെ ഇഷ്ടം പോലെ. അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നു. ഇന്നലെ നിങ്ങൾ പുറത്തു പോയപ്പോ ഒരു കത്ത് വന്നിരുന്നു. അത് തരാൻ ഞാൻ മറന്നു. കത്തോ? എനിക്കോ? ആരുടെ? എനിക്കറിയില്ല. പോസ്റ്റ്മാൻ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഞാൻ അയാൾക്ക് 3 കോപ്പക്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എനിക്ക് തിരിച്ചു തരണം. എവിടെയാ കത്ത്? വേഗം എടുത്തുണ്ടോ? ദേണ്ടേ കത്ത്. ഇങ്ങ് തരൂ. അമ്മയുടേതാണല്ലോ. നീ പൊയ്ക്കോ, ഞാൻ കഴിച്ചോളാം. പ്രിയപ്പെട്ട മോനെ, ഞാൻ ഇതിനു മുമ്പ് കത്തയച്ചിട്ട് 2 മാസം കഴിഞ്ഞു. ഇത്രയും നീണ്ടകാലം മൗനം പാലിച്ചതിനെക്കുറിച്ചോർത്ത് ഞാൻ ദുഃഖിക്കാറുണ്ട്. അതെന്നെ വളരെ വേദനിപ്പിക്കുന്നു. രാത്രി ഉറക്കമില്ലാതിരുന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ഞാനും നിന്റെ ചേച്ചി ഡോണിയയും. നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ ഏക പ്രതീക്ഷ. സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നീ സർവകലാശാല വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു എന്നറിഞ്ഞ് ഞാൻ വളരെയേറെ ദുഃഖിച്ചു. എനിക്ക് വർഷത്തിലാകെ കിട്ടുന്ന പെൻഷൻ 120 റൂബിളാണ്. എന്നാൽ ഇപ്പോൾ കുറച്ചധികം പണം നിനക്ക് അയച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡോണിയ സ്വിഡ്രിഗേലോഗിന്റെ വീട്ടിൽ നിന്ന് മാറി. അവിടെ അവൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളാണ് കാരണം. സ്വന്തം സഹോദരി അന്യവീട്ടിൽ വെച്ച് അപമാനിതയാകുന്നത് നീ സഹിക്കുമോ? ഇത്തരമൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കടുത്ത നിരാശയിലായിരുന്നു. ഇപ്പോൾ അവൾ ട്യൂഷൻ പഠിപ്പിക്കുന്നു. സ്വിഡ്രിഗേലോഗിന്റെ വീട്ടിൽ ചെന്നതു മുതൽ അവൾക്ക് അപമാനമാണ്. അവിടം വിട്ട് വന്നിട്ടും അവളെപ്പറ്റി നാട്ടുകാർ പലതും പറയുന്നു. എന്റെ പൊന്നുമോനെ, ഡോണിയയ്ക്കൊരു കല്യാണം ഒത്തുവന്നിരിക്കുന്നു. ലൂഷ്യൻ. മോൾ അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. സിവിൽ സർവീസിൽ ഒരു ലഫ്റ്റനന്റ് കേണലാണ് അയാൾ. ആദ്യത്തെ കാഴ്ചയിൽ എനിക്കയാളെക്കുറിച്ച് അത്ര വലിയ മതിപ്പൊന്നും തോന്നിയില്ല. അതൊരു പക്ഷേ അയാളുടെ നിർത്താതെയുള്ള വാചകോടി കൊണ്ടായിരിക്കാം. ഒരു പൊങ്ങച്ചക്കാരൻ. എന്തായാലും ഭാവി വരനെ സ്വാധീനിച്ച് നിന്റെ കാര്യങ്ങൾ നേടാനാകുമെന്ന് ഡോണിയയ്ക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതാണ് അവളുടെ കണക്കുകൂട്ടൽ. ലൂഷ്യനെ ഡോണിയെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ കടം കിട്ടാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. അതുകൊണ്ട് 25-30 റൂബിൾ എനിക്ക് ബുദ്ധിമുട്ട് കൂടാതെ നിനക്ക് അയച്ചു തരാൻ കഴിയും. ഇതിനേക്കാൾ എനിക്ക് അയക്കാൻ പറ്റിയേനെ. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരികയാണ്. യാത്രയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ആയിക്കഴിഞ്ഞു. എന്റെ പൊന്നുമോനെ, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, മരണം വരെ. നിന്റെ സ്വന്തം അമ്മ, പൾച്ചേറിയ റെസ്കോൾനിക്കോവ്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി, എനിക്ക് പണം അയക്കാൻ വേണ്ടി ചേച്ചി തീരുമാനിച്ച വിവാഹം. കൊള്ളാം. സ്നേഹം അധികമായാൽ ഇങ്ങനെയാണ്. എനിക്കാരുടെയും സൗജന്യം വേണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ല, ഈ വിവാഹം നടക്കില്ല. മിസ്റ്റർ ലൂഷ്യൻ പോയി തുലയട്ടെ. നിന്നെക്കുറിച്ച് ഡോണിയ ആവേശത്തോടെയാണ് ലൂഷ്യനോട് സംസാരിച്ചത്. നേരിട്ടടുത്ത് പരിചയപ്പെട്ടാലല്ലാതെ ഒരാളെക്കുറിച്ചും തീർപ്പ് കൽപ്പിക്കാനാവില്ല എന്നാണ് അയാൾ പറഞ്ഞത്. നിന്റെ പഠനത്തിനു വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നതിനെക്കുറിച്ച് അയാളോട് സംസാരിക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തെങ്കിലും
എന്തെങ്കിലും ജോലി ഏർപ്പാടാക്കി തരാൻ വേണ്ടി റസുമിഹിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കരുതി അത് വേണ്ട. അവൻ എന്നെ എങ്ങനെ സഹായിക്കും? പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവൻ്റെ ഔദാര്യം കൂടി ഇനി എനിക്കെന്തിന്? ഒടുവിൽ ഗത്യന്തരമില്ലാതാകുമ്പോൾ പോകണം. ഇപ്പോൾ വേണ്ട. പക്ഷെ ഈയിടെയായി സ്വപ്നങ്ങൾ കൂടുകയാണ്. ആ സ്വപ്നം, കുട്ടിക്കാലത്തെ സ്വപ്നം, എന്നെ ഇടയ്ക്കിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഡോസ്റ്റോയുസ്കിയുടെ കുറ്റവും ശിക്ഷയും 4-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ; നിക്കോവിന്റെ അമ്മ മീന നെവിൽ; നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം VN ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, N സുനിത. സംവിധാനം PA ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15.